അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം സന്തോഷ് വർക്കി ആറാട്ടനാണ്. ആറാട്ടൻ്റെ അടുത്ത് കുറേ റീസെൻ്റായിട്ട് കുറേ പോസ്റ്റുകൾ കണ്ടു. അപ്പോൾ അത് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്ത് തന്നെ. അതായത് ഇപ്പോൾ ആറാട്ടൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ സിനിമ ആറാട്ട് സിനിമ ആ ഒരു ഇതിൽ ആറാടുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആറാട്ടൻ വന്നത്. പക്ഷെ റീസെൻ്റ്ലി ആറാട്ടൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോഹൻലാലിന് വിരുദ്ധമായിട്ട് മോഹൻലാലിന് എതിരായിട്ടുള്ള കുറേ പോസ്റ്റുകളുണ്ട്. അതിൽ ആദ്യത്തെ പോസ്റ്റാണ് നമ്മുടെ മോഹൻലാലിനല്ല എല്ലാവരെയും കുറിച്ച് പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും മോഹൻലാൽ ഫാൻ തന്നെയാണ്. മോഹൻലാൽ അഭിനയിക്കുമ്പോൾ വേറെ ആർക്കും അഭിനയിക്കും. പക്ഷേ ഞാൻ എല്ലാവരും കുറിച്ച് പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ റീസെന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മനോരഥങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ അത് പൊതുവെ അങ്ങനത്തെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഞാൻ കണ്ടതാണ്. പൊതുവെ ഒരു റൈറ്ററിൽ പറയേണ്ടായിരുന്നു ആ ബാപ്പൂട്ടിയായിട്ട് അഭിനയിച്ച പ്രശ്നം വന്നിട്ടുണ്ട്. എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ബാപ്പൂട്ടിയായിട്ട് അഭിനയിച്ചത്? മോഹൻലാലിന് എന്താണ് പ്രശ്നം? എന്താ അറിയില്ല. അത് പുള്ളിയുടെ ഈ ബോട്ടോക്സിൻ ടെസ്റ്റിനെ കാരണമൊന്നും അറിയില്ല. ഇപ്പൊ ചില സിനിമകളിൽ പുള്ളിയുടെ ഓവർ ആക്ടിങ് വരുന്നുണ്ട്. ഓവർ ആക്ടിങ് സംഭവം വന്നിട്ടുണ്ട്. അത് പലരും അത് മാത്രമല്ല, പണ്ട് ഈ മമ്മൂട്ടി വടക്കും വീരാതെ ചെയ്തപ്പോൾ മോഹൻലാൽ അനുബന്ധമായിട്ട് ഒരു പടം ചെയ്തിട്ട് അത് കോളായിപ്പോയി. ഇപ്പോൾ ലേഡീസ് എ ജെന്റിൽമാൻ അല്ലെങ്കിൽ കോളേജ് കുമാരൻ ഇങ്ങനെ പല സിനിമകളും പുള്ളിക്ക് ഒഴിവാക്കാമായിരുന്നു. ഓവർ ആക്ടിങ് ആണെന്ന് തോന്നാനുള്ള റീസൺ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ടായി ഓവർ ആക്ടിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്. ചില അഭിനയിച്ച് കാണുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ചില സീൻസെല്ലാം ഓവർ ആക്ടിങ് വരുന്നുണ്ട്. പണ്ടത്തെ സിനിമയിൽ അത്ര ഇല്ലായിരുന്നു. 80s 90s തുടങ്ങി അന്ന് അത്ര ഓവർ ആക്ടിങ് ഇല്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് വരുന്നുണ്ട് ചില സിനിമകൾ. പിന്നെ മമ്മൂട്ടി ഒരുപാട് നാൾ ജീവിക്കും, മോഹൻലാൽ ഒരുപാട് നാൾ ജീവിക്കില്ല. അത് മോഹൻലാൽ ഹെൽത്ത് കോൺഷ്യസ് അല്ല. മോഹൻലാൽ ഒട്ടും ഹെൽത്ത് കോൺഷ്യസ് അല്ല. മമ്മൂട്ടി വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ് നമ്മുടെ ഒരാൾക്ക് ഒരു തന്തേ ഉള്ളൂ. അത് ശരിയല്ലേ? ടെക്നിക്കലി അങ്ങനെയല്ലേ? ഒരു സയൻറ്റിഫിക്കലി ആക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു തന്തേ ഉണ്ടാവുള്ളൂ. അത് മൾട്ടിപ്പിൾ ഡാഡ് ഈ പറയുന്നത് ശാസ്ത്രീയമായിട്ട് കട്ടല്ല. ശാസ്ത്രീയമായിട്ട് ഒട്ടും കട്ടല്ല. കാരണം ഒരു സ്പേം ഒരു എഗ് കമ്പൈൻ ചെയ്താൽ വരുന്ന അത് എത്ര ഒരു തന്തയില്ല. അത് പലർക്കും അറിയില്ല. ശാസ്ത്രീയമായിട്ട് ഒരാളേ ഉള്ളൂ, ഒരു ഫാദർ ഒരു മദർ, അത്രയേ ഉള്ളൂ. പാറാട്ടൻ എന്തോ സൈക്കിക് സെക്ഷലി എന്തോ സൈക്കിക് പ്രശ്നം ഉണ്ടായിരുന്നു, അതിന് മെഡിസിൻ കഴിച്ചുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതെന്താണത്? അത് ശരിയാണ്. അത് ഞാൻ OCDക്ക് മെഡിക്കേഷൻ നടത്തുന്നുണ്ട്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അത് ഇങ്ങനത്തെ മെഡിക്കേഷൻസ് ഇങ്ങനെ വളരെ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കമന്റ്സ് ഒക്കെ വന്ന സംഭവമാണ് തന്നെക്കാൾ പ്രായം കൂടിയ പെണ്ണുങ്ങളോടാണ് താല്പര്യം എന്നുള്ള രീതിയിലൊരു പോസ്റ്റ് വന്നായിരുന്നു. അത് ഓരോരുത്തർക്കും ഓരോ ചോയ്സ് അല്ലേ. എത്ര പേര് ചെറിയ 20 വയസ്സിൽ പെൺകുട്ടികൾ 70 വയസ്സിലാണെങ്കിൽ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ 50 വയസ്സിലെ സ്ത്രീ 30 വയസ്സിലാണെങ്കിൽ സ്നേഹിക്കുന്നു. ഇതെല്ലാം ഉള്ള കാര്യമാണ്. അതൊരാളുടെ ചോയ്സാണ്. പക്ഷെ ആറാട്ടനെ സ്നേഹിച്ചത് മൊത്തം തന്നെക്കാൾ പ്രായം കുറഞ്ഞ പെൺകുട്ടികളാണ്. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എന്നെക്കാളും പ്രായമുള്ള ആൾക്കാരോട് എനിക്ക് സ്നേഹമാണ്. മറ്റേ അട്രാക്ഷൻ തോന്നിയത് ഇത് മുള്ളതാണ്. എന്നെക്കാളും പ്രായമുള്ളവരോട് എനിക്ക് അട്രാക്ഷൻ തോന്നി. പക്ഷെ എന്നെക്കാളും പ്രായമുള്ള ആൾക്കാരോട് എനിക്കൊരു ലസ്റ്റല്ല, സ്നേഹമാണ് തോന്നിക്കുന്നത്, അട്രാക്ഷൻ അല്ല. അപ്പോൾ ഒരു കല്യാണം കഴിക്കണ്ടെങ്കിൽ കല്യാണം താല്പര്യമില്ല. എനിക്ക് ആ സമയത്ത് തോന്നുന്ന ചില കാര്യം ഞാൻ പറയുന്നു. അതിന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് അറിയില്ല. എനിക്കിപ്പോൾ ഞാൻ സെലിബ്രിറ്റി ആയിട്ട് എനിക്കത് തോന്നിയിട്ടില്ല. പല കാര്യം എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയുന്നു. പല കാര്യം തുറന്നു പറയുന്നു, സത്യസന്ധമായിട്ട് പറയുന്നു. പല ആൾക്കാരും പലർക്കും തോന്നിയ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഈ കമൻസിൽ ഓരോരുത്തർ ഫേക്ക് ആയിട്ട് തന്നെ എന്തൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് തെറി പറയാനായിട്ട് തന്നെ ഒരുപാട് പേര് വരുന്നത്. അതെല്ലാം കുറച്ച് പെയ്ഡാണ് സംശയമുണ്ട്. കാരണം നമ്മൾ എപ്പോൾ എന്ത് ഇട്ടാലും അപ്പം തന്നെ റെസ്പോൺസീവ് ആണ്. സ്ഥിരം ആൾക്കാരുണ്ട്. അതായത് ആറെണ്ണം എന്തിനാണ് ഇപ്പം ഇങ്ങനെ പോസ്റ്റ് ഇടുന്നത്? ഒരു പോസ്റ്റ് ഇട്ടാൽ കണ്ടിന്യൂസ് ഒരു 7-8 പോസ്റ്റ് വേറെ കാര്യങ്ങളെ പറ്റി അങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് എന്റെ തോട്ട്സ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഷെയർ ചെയ്യണത് എന്തെങ്കിലും എക്സ്പെക്ടേഷനോടെയാണോ പോസ്റ്റ്? റവന്യൂ എന്നല്ല. റവന്യൂ ആണെങ്കിൽ ഞാൻ പേരിട്ട ആവശ്യമില്ലല്ലോ, വീഡിയോ എടുത്താൽ മതിയില്ല. റവന്യൂ അല്ല, എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ എഴുതും, എൻ്റെ തോട്ട്സ്. പക്ഷെ അതിൽ ഒരുപാട് പേര് ഒരു 90% നെഗറ്റീവ് കമന്റ്സ് ആണ്. അതിപ്പോൾ എല്ലാവരും കേസിക്കണല്ലേ, എല്ലാ സെലിബ്രിറ്റീസും അനുഭവിക്കണല്ലേ. എല്ലാ സെലിബ്രിറ്റീസും എല്ലാവരും അനുഭവിക്കുന്ന കാര്യമല്ല. ഇവിടുത്തെ നെഗറ്റീവ് കമന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ. ഈ രാത്രി ആവുമ്പോൾ സന്തോഷ് ചേട്ടൻ എന്താണ് ഇങ്ങനെ? ഞാൻ അങ്ങനത്തെ ആൽക്കഹോൾ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഞാൻ രാത്രി ആകുമ്പോഴാണ് ഫ്രീ ആവുന്നത്. അതുവരെ എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. രാത്രിയാണ് ഞാൻ പോസ്റ്റ് ഇടുന്നത്. അതുവരെ ഭയങ്കര എനിക്ക് എൻ്റെ അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. രാത്രിയാകുമ്പോൾ ഞാൻ ഫ്രീ ആണ്, അപ്പോഴാണ് പോസ്റ്റ് ഇടുന്നത്. അല്ലാതെ ആ സമയത്ത് എനിക്ക് പ്രത്യേകമായിട്ട് കള്ളുകുടിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വികാരം വരുമോ അങ്ങനെയൊന്നുമില്ല.
പക്ഷെ പോസ്റ്റിലുള്ളവരൊക്കെ ക്രഷ് എന്ന് പറഞ്ഞാൽ എത്ര നടിമാർ പറഞ്ഞിട്ട് അവർക്ക് പല നടന്മാരും ക്രഷ് തോന്നിയിട്ട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഞാനും പറഞ്ഞു. പിന്നെ ഇതെല്ലാം പല കാര്യങ്ങളും പലർക്കും തോന്നിയ കാര്യങ്ങൾ അവർ പറയുന്നില്ല, ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. ഇവര് സത്യസന്ധമായിട്ട് പറഞ്ഞു. ഓക്കെ. ഇപ്പം മാധവിക്കുട്ടി പറഞ്ഞ ഒരു റൈറ്റർ എന്തൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, അവരെന്തൊക്കെ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്, പക്ഷെ അത് തുറന്നു പറയുമ്പോൾ നമ്മൾ മോശക്കാരാവും, പറയാത്തവർ ഡീസൻ്റായിട്ടിരിക്കും. സന്തോഷിന് റിഗ്രറ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ട് അത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട്? നിത്യമേനോൻ കേസിൽ ഞാൻ കുറച്ച് എൻ്റെ ഭാഗത്ത് കുറച്ച് കൂടി പോയി. പക്ഷെ അവിടുന്ന് കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രണയിക്കുമ്പോൾ നമുക്ക് നമ്മുടെ തലച്ചോറല്ല ഉപയോഗിക്കണം, ഹൃദയമാണ് ഉപയോഗിക്കണം. അത് കുറച്ച് കൂടി പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്. അത് അവരുടെ ഫാദർ എന്നെ ക്ഷമിച്ചിട്ടുണ്ട്. അത് കുറച്ച് കൂടി പോയെന്ന് പറയാം. പക്ഷെ എന്നാലും എൻ്റെ എത്ര എഫേർട്ട് എടുത്തപ്പോൾ അവർക്ക് ഒരു ഫോൺ കോൺടാക്റ്റോ എന്തെങ്കിലും ഒന്ന് വെക്കാമായി. ഞാൻ കല്യാണം കഴിഞ്ഞ് നിർബന്ധിച്ചു ഒരു ഫോൺ കോൺടാക്റ്റോ എന്തെങ്കിലും വെക്കാമായി. അത് അവർ സൈഡിന് വന്നില്ല. പക്ഷെ ഞാനത് എൻ്റെ കയ്യിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് അവർ വേറെ ആൾക്കാരാണെങ്കിൽ ഇത്ര ക്ഷമിക്കണമില്ല. അപ്പൊ നമ്മുടെ കൂടെ എത്ര നേരം ചെലവഴിച്ച് ആറാട്ടനോട് ഭയങ്കര ഞാനിത്ര ഭയങ്കര ഈ എന്താണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ അങ്ങനെയൊന്നും ഭയങ്കര ഇതായിട്ടില്ല. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ സമയത്ത് ഷെയർ ചെയ്യണം. അത് ഇപ്പൊ ഇത്രയും കൂലങ്കുശായിട്ടുള്ള എന്നാലും ഇപ്പൊ ചോദ്യം കാരണം ലാലേട്ടന്റെ ഒരു ഫെയിമിൽ വന്നിട്ട് ലാലേട്ടൻ ഒരുപാട് കുറ്റം പറയുന്ന പോസ്റ്റുകൾ ഒരുപാട് കുറ്റങ്ങൾ പറയാറുണ്ടായി ആറാട്ടന്. അപ്പൊ ലാലേട്ടൻ ഞാൻ അത് എല്ലാവരും കുറിച്ച് പറഞ്ഞിട്ടില്ല, മമ്മൂട്ടി കുറിച്ച് എല്ലാവരും കുറിച്ച് പറഞ്ഞിട്ടില്ലേ. ലാലേട്ടന് ദൈവമൊന്നുമല്ല, മമ്മൂട്ടി ആരും ദൈവങ്ങളല്ല. അവർക്ക് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം പറയുമ്പോൾ അതിൽ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു ലാലേട്ടൻ്റെ കാലം കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഇനിയും തിരിച്ചു വരും. ഇനിയും സിനിമകളുണ്ട്. പ്രതീക്ഷയുണ്ടോ അടുത്ത സിനിമകളിൽ? അടുത്ത പ്രതീക്ഷ ബറോസ് പ്രതീക്ഷയില്ല, പക്ഷേ എമ്പുരാൻ പ്രതീക്ഷയുണ്ട്, തരുൺമൂർത്തിയുടെ പടം പ്രതീക്ഷയുണ്ട്, അങ്ങനെ നല്ല ഫിലിംസ് കൂടി ചെയ്യുന്നുണ്ട്. പ്രതീക്ഷ അഭിനയത്തിൻ്റെ കാര്യത്തിലും ഡെഡിക്കേഷൻ്റെ കാര്യത്തിലും മോഡലിനെ വെട്ടിക്കാൻ ആരുമില്ല. മമ്മൂട്ടിക്കാട്ടും ഡെഡിക്കേറ്റഡ് മോഡലാണ്, അഭിനയ കഴിവ് നോക്കിയാലും മോഡലാണ്. പക്ഷേ ലൈഫിൽ ഡിസിപ്ലിനും മറ്റേലുള്ള അങ്ങനെ ചില കാര്യങ്ങൾ മമ്മൂട്ടിക്കാണ്. ശരിക്കും പറഞ്ഞാൽ മോഡലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മമ്മൂട്ടി സ്വഭാവത്തിൽ. ബറോസ് എന്തുകൊണ്ടാണ് സ്ക്രിപ്റ്റ് ജിജു പുന്നൂസാൻ ആളാണ് ഐഡിയ കുട്ടിച്ചാൽ അയാളുടെ സ്ക്രിപ്റ്റ് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണല്ലോ ആണ്. എനിക്ക് വലിയ പ്രതീക്ഷയില്ല, കാരണം ജിജു പുന്നൂസിന്റെ സ്ക്രിപ്റ്റ് മാറ്റിയത് പ്രശ്നമാണ് സാധ്യതയുണ്ട്. പിന്നെ ആ ലൊക്കേഷനിലുണ്ടായിരുന്ന പല ആൾക്കാരും പറയുന്നുണ്ട് പ്രതീക്ഷ അത്ര വന്നിട്ടില്ല. പക്ഷെ നല്ലൊരു ഫിലിമായിരുന്നു, 10 ലാംഗ്വേജിൽ ഇറക്കാൻ പറ്റാവുന്ന ഫിലിമായിരുന്നു ജിജു പുന്നൂസിന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ. ഇതിലൊരു സ്ക്രിപ്റ്റിൽ ഒരുപാട് ചേഞ്ച് വരുത്തി വരാം. കാണൂല എന്തായാലും സിനിമ പടമല്ല കാണും, പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ സിനിമ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പ്രേമൻ മൂവി ഞാൻ അന്ന് ഇറങ്ങിയപ്പോൾ ഹിറ്റാവുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ ഓടി. നമ്മുടെ പ്രഡിക്ഷൻ എപ്പോഴും ശരിയാവണമില്ല, എപ്പോഴും ഞാൻ പറയുന്നത് കട്ടാവണമില്ല. അപ്പോൾ ഇത്ര നേരം നമ്മളിവിടെ ചിലവഴിച്ചതിന് ഭയങ്കര താങ്ക്സ്.